റമദാൻ മാസത്തിൽ കാന്തപുരത്തിന്റെ നോളജ് സിറ്റിയിലേക്ക് തീർത്ഥാടന യാത്രയിൽ നിബന്ധന മാറ്റി KSRTC. ആദ്യം ഇറക്കിയ പോസ്റ്ററിൽ പുരുഷന്മാർക്ക് മാത്രമാണ് തീർത്ഥയാത്ര എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ പോസ്റ്ററിൽ അത്തരം നിർദ്ദേശങ്ങളില്ല. ജനം ഇമ്പാക്ട് ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ ഇപ്പോൾ പുതിയ പോസ്റ്ററിൽ എന്താണ്? എടുത്തു മാറ്റിയിരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം 3 ദിവസം മുമ്പായിരുന്നു ഇത്തരത്തിൽ KSRTC നോളജ് സിറ്റിയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര ഒരുക്കിയിരുന്നത്. മലപ്പുറത്ത് നിന്ന് 20-ാം തീയതി രാവിലെ 7 മണിക്ക് പുറപ്പെട്ട് അന്ന് രാത്രി 12 മണിയോടുകൂടി സമാപിക്കുന്ന രീതിയിലായിരുന്നു ഇത്തരത്തിലൊരു തീർത്ഥയാത്ര സംഘടിപ്പിച്ചിരുന്നത്. മലപ്പുറത്തെയും കോഴിക്കോടെയും വിവിധ മഖാമുകളിലും മസ്ജിദുകളിലും സന്ദർശിക്കുന്ന യാത്ര രാത്രിയോടുകൂടി ഈ പറഞ്ഞതുപോലെ നോളജ് സിറ്റിയിലെത്തുകയും നോമ്പുതുറയും രാത്രി നിസ്കാരവും ഒക്കെ അവിടെ സംഘടിപ്പിക്കുന്ന രീതിയിലായിരുന്നു KSRTC ഇത്തരത്തിലൊരു ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തീർത്ഥയാത്ര സംഘടിപ്പിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇറക്കിയ പോസ്റ്ററിൽ ആണുങ്ങൾക്ക് മാത്രം, പുരുഷന്മാർക്ക് മാത്രമായിരിക്കും ഇത്തരത്തിൽ യാത്ര എന്ന് പ്രത്യേകം എടുത്തെഴുതിയിരുന്നു. അത് നമ്മൾ വാർത്തയാക്കിയതാണ് അന്ന് തന്നെ. അതായത് ഇത്തരത്തിലൊരു പരസ്യം KSRTC പ്രസിദ്ധീകരിച്ച അന്ന് തന്നെ നമ്മളത് വാർത്തയാക്കി. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി പ്രസിദ്ധീകരിച്ച പോസ്റ്ററിലാണ് ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന എടുത്തു മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ അത്തരത്തിലൊരു ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന നമുക്ക് ആ പോസ്റ്ററിൽ കാണുവാൻ വേണ്ടി സാധിക്കില്ല. ആദ്യം ചിത്രീകരിച്ച രീതിയിൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച രീതിയിൽ തന്നെയുള്ള പോസ്റ്ററാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അതിൽ ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന എടുത്തു മാറ്റി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ ആദ്യഘട്ടത്തിൽ തന്നെ KSRTC ഇത്തരത്തിൽ പുരുഷന്മാർക്ക് മാത്രമായ ഒരു യാത്ര സംഘടിപ്പിക്കുന്നു എന്ന് തീരുമാനിച്ച സമയത്ത് അത് ജനം TV വാർത്തയാക്കിയതിനോടൊപ്പം തന്നെ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് KSRTCയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പോസ്റ്ററിന് താഴെ വലിയ രീതിയിലുള്ള കമന്റുകൾ വന്നിരുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് യാത്ര സംഘടിപ്പിക്കാത്തത്? സ്ത്രീകൾ ബസ്സിൽ കയറിയാൽ എന്താണ് കുഴപ്പം? സ്ത്രീകൾക്ക് സന്ദർശിക്കേണ്ടതില്ലേ? അവർക്ക് തീർത്ഥയാത്രയ്ക്ക് അവകാശമില്ലേ എന്ന രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതുൾപ്പെടെ നമ്മൾ വാർത്ത കൊടുത്തു. പിന്നീടാണ് ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ജെൻസ് ഓൺലി എന്നുള്ള നിബന്ധന മാറ്റിക്കൊണ്ട് വീണ്ടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം സ്ത്രീകളുടെ പങ്കാളിത്തം ഈ തീർത്ഥയാത്രയിൽ ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. വീണ. ഓക്കെ, ശരി ഗൂഗിൾ.